LDF കേരളത്തിൽ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നതിൽ സംശയമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് പാർട്ടി തീരുമാനമെടുക്കുമെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾ LDFനൊപ്പമാണ് നിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. PJ അരുൺ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. അരുൺ, വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് സ്വാഭാവികമായും ഈ കാലയളവിലെ സർക്കാരിന്റെ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൂടിയാകണം. എന്താണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പറയുന്നത്? തീർച്ചയായും അസീർ, കാരണം ഇടതുപക്ഷ മനസ്സുള്ളവർക്കും കൂടാതെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും പാർട്ടി അണികൾക്കും ഒരുപോലെ ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണ് പിണറായി വിജയൻ എക്കണോമിക് ടൈംസിൻ്റെ സീനിയർ എഡിറ്ററായിരിക്കുന്ന KN ബാലസുബ്രഹ്മണ്യത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മൂന്നാം തവണയും LDF കേരളത്തിൽ അധികാരത്തിൽ വരും. ഈ അധികാരത്തിൽ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ളവർ, ആ കക്ഷിയിൽ ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ചു നിന്നാൽ മാത്രമേ BJP എന്ന് പറയുന്ന വർഗീയ കക്ഷിയെ അല്ലെങ്കിൽ മറികടക്കാൻ പറ്റുകയുള്ളൂ. അവർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയെ മറികടക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി പോലെയുള്ള മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത KN ബാലസുബ്രഹ്മണ്യം അടുത്ത ചോദിച്ച ചോദ്യമായിരുന്നു, ആഗോള നിക്ഷേപ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഇത് ഒരിക്കലും നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയായിരുന്നില്ല. അത് തീർച്ചയായും കേരളത്തിൻ്റെ ഒരു വ്യാവസായിക മുന്നേറ്റത്തെ ബാധിക്കുന്ന തരത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ശക്തി പകരുക എന്നുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു ഉച്ചകോടി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ ഈ ഒരു വ്യാവസായിക വിപ്ലവത്തിൽ 2016 തന്നെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ അതിനൊരു പൂർണ്ണത നൽകുവാനുള്ള ഒരു ശ്രമം സർക്കാർ തലത്തിൽ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഈ ഉച്ചകോടി. പക്ഷേ ശശി തരൂർ പോലെയുള്ള കോൺഗ്രസിലുള്ള നേതാക്കൾ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ പുരോഗമനപരമായ ആശയങ്ങളും മറ്റു അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനെ കോൺഗ്രസ് ഇത് നെഗറ്റീവായി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു പരോക്ഷമായ രീതിയിൽ ആക്രമിക്കുന്ന തലത്തിൽ കേരളത്തിൻ്റെ വ്യവസായിക മുന്നേറ്റത്തെ തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് ഒരിക്കലും ആശാവഹമായ ഒരു സ്ഥിതിയല്ല എന്നതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഇനി ഏറ്റവും ഒടുവിലായി ബാലസുബ്രഹ്മണ്യം ഉയർത്തിയ ചോദ്യമാണ്, അത് അവസാനമായി LDF അധികാരത്തിൽ വരികയാണെങ്കിൽ താങ്കൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ ഒരു മികച്ച കേഡർ എന്നുള്ള തരത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതിൽ മൂന്നാമതും LDF കേരളത്തിൽ അധികാരത്തിൽ വരുമെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ളത് പാർട്ടി ആയിരിക്കും തീരുമാനിക്കുക. പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കും. അതിൽ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉയർന്നു വരില്ല. അത് പാർട്ടിയായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ള കാര്യം കൂടി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം അണികൾക്കിടയിൽ നൽകുവാൻ തരത്തിലുള്ള ഒരു അഭിമുഖം തന്നെയായിരുന്നു എക്കണോമിക് ടൈംസ് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങൾ ചെറുതായാണെങ്കിലും അത് സൂചിപ്പിച്ചു പോയെങ്കിലും ആ ഒരു വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം മറ്റു മാധ്യമങ്ങൾ നൽകിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ആ ഒരു വാർത്ത മറ്റു മാധ്യമങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പോലും അത് വേണ്ടത്ര രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ കൂടിയുണ്ട്. എന്തായാലും വലിയൊരു ആത്മവിശ്വാസം അണികൾക്കും ഇടതുപക്ഷ വിശ്വാസികൾക്കും ജനാധിപത്യവാദികൾക്കും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ തന്നെയാണ് പിണറായി വിജയൻ ആ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത്. ശരി, PJ അരുണാണ് വിവരങ്ങൾ നൽകിയത്.